നമ്മളെന്താ ഉണ്ടാക്കാൻ പോണത്? ഞാനൊരു പൂക്കൊട്ടയാണ് ഉണ്ടാക്കാൻ പോണത്. ഈ അറിയൊന്നുമില്ല, ഞാൻ ഇവർക്ക് പഠിപ്പിച്ചു. നിങ്ങളെ പേരെന്താന്നു? എന്റെ പേരും നാളൊന്നും അതിലിടണ്ട. പറയും അത് എങ്ങനെയാ അതിന്റെ ഇടയിൽ വെക്കുക? ഓരോന്ന് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഇടയിൽ വെക്കുക, എന്നിട്ട് അത് നൂർത്തുക, എന്നിട്ട് പിന്നെ വേറെ ഒന്ന് വെക്കുക, എന്നിട്ട് പിന്നെ അത് അങ്ങനെ നൂർത്തുക. ഓക്കെ, ഞാൻ ആദ്യം നിങ്ങൾക്ക് നോക്കട്ടെ. അതെ, ഒരവിടെയും കൂടി വേണത്. നിങ്ങൾ പണ്ട് എന്തൊക്കെ ഉണ്ടാക്കിയിരുന്നു? അങ്ങനെ പന്തും കൊട്ടയും പായും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പം അതൊന്നും ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം അതിപ്പോൾ എൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ വസളാകുമെന്നുള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഓരോല കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി കൊടുക്കാല്ലേ? ഇനി അതിൻ്റെ ഇടയിൽ കൂടെ അത് കോർക്കണം എന്നൊന്നുമില്ല, അതിങ്ങനെ കുടിച്ച് നിൽക്കാൻ വയ്ക്കണം. നല്ല ഉയരം വേണോ? പോകാച്ച ഇവിടുന്ന് ബസ് ഏരിയ വൈക്കുള്ള ഒരു ബസ് ഏരിയ സ്റ്റാൻഡിൽ പോയിട്ട് എന്താ എൻ്റെ പേര്? എൻ്റെ പേര് ഈ കടയിൽ അങ്ങനെ കൊട്ട റെഡിയായി. ഇങ്ങനെ തന്നെ ഇപ്പം ഉദ്ദേശിച്ചോട്ടെ. ഞാൻ വേറെ സിമ്പിൾ കൊട്ടയാണ്. നിങ്ങൾ നല്ല ഹൈടെക് കൊട്ടയാക്കി തന്നത്. പ്ലെയർ അടിച്ചണത് ഓടിക്കത് ഓല കജ്ജിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകായിട്ടാണ്. അറിയാത്തത് കൊണ്ടല്ലേ? അറിയാത്തത് കൊണ്ടും കുറച്ച് എളുപ്പം ഉണ്ടാവും. പണിയെടുക്കാൻ വയ്യാത്തത് കൊണ്ട്. ഇപ്പം എല്ലാവരും സിമ്പിൾ ട്രിക്കല്ലേ നോക്കാം. എന്തൊരു കാര്യത്തിനും ഒരു സാരി എടുക്കുകയാണെന്ന് വെച്ചാൽ 50 പിന്ന് വേണം.
കരിമ്പനയുടെ ഓല വേണേ. അത് നല്ല ഇതിൽ നിൽക്കും. തെങ്ങോല പറ്റില്ല. വൃത്തിയിൽ നിൽക്കൂലേ? വൃത്തിയിൽ നിൽക്കുന്ന ബലം ഉണ്ടാവും ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ. അങ്ങനെ അലുക്കുലുക്കാവൂല. ആ ഓല ബലത്തിൽ നിന്നാൽ നല്ലത് കിട്ടും. പിന്നെ ഇതന്നെയാണ് വെച്ചാൽ ഇതിൻ്റെ മൂത്ത ഓല വേണം. ഇപ്പോൾ ഇത് ചെളുമ്പോലെ ചെളുമ്പാണ്. ഇത് വേഗം വാടുകയും ചെയ്യും, കൊഴിഞ്ഞും കൊണ്ടാകുകയാണ്. ഇതിപ്പോൾ നമ്മൾ തുന്നാനും മറ്റേ തുണി വെട്ടൂല, കനല്ലാത്ത തുണി വെട്ടുമ്പോൾ തുന്നക്കാർ പറയും ഇതൊക്കെ വെട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് കൊഴിഞ്ഞും കൊണ്ട് എന്ന പോലെ ഇത്. കൊട്ട കണ്ടോ ഉണക്ക് പൂവിടാൻ? കൊട്ട വേണം എനിക്ക്. ഉമ്മാക്ക് എന്തൊക്കെ ഉണ്ടാക്കാനറിയാം? എന്തെങ്കിലും ഉണ്ടാക്കിച്ച് പഠിപ്പിച്ച് വയസ്സാം കാലത്ത് കൊട്ടുണ്ടാക്കിയിട്ട് ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കിയാലെങ്കിൽ ജീവിച്ചാൻ പറ്റുള്ളൂ. ഉമ്മാന്റെ വീഡിയോന്റെ പകരം മര്യാദ ആക്കേണ്ടി വരും. മര്യാദാന്റെ വീഡിയോന്റെ പകരം ഉമ്മ അയക്കേണ്ടി വരും. എത്ര ഓല വെച്ചാലും വേണമെങ്കിൽ ഉയരക്കൂട്ട. അങ്ങനെ അവസാനമായി. അങ്ങനെ കൊട്ടയുടെ പണി, പൂക്കൊട്ടയുടെ പണി ഇതാ തീരാനായി. ഇനി 2 ഓലയും കൂടിയും കയറ്റുക, അതിൻ്റെ പണി കഴിഞ്ഞു. ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ടോ? ഇത് കഴിഞ്ഞിട്ടെന്താ നിങ്ങൾക്ക് അല്ല കുടുത്തം വേണ്ടേ? കുടുത്തം വേണമെങ്കിൽ വെക്കാം. കുടുത്തം വേണം, അപ്പോഴേ ചന്ത ഉണ്ടാവുള്ളൂ. ഇപ്പോഴും ചന്തൊക്കെ ഉണ്ട്. എന്റെ കയ്യിൽ എങ്ങനെ മാമ മുറി മതി, എത്ര മതിയോ? അത്ര പൂ പറിക്കാൻ പോരും. കൊട്ട വേണമെങ്കിൽ എവിടേക്കാ വരേണ്ടത്? ഇങ്ങനത്തെ പൂക്കൊട്ട ആണെങ്കിൽ മറിയത്താത്താൻ്റെ വീട്ടിലേക്ക് വരണം അല്ലേ? മറിയത്താത്ത